പ്രൈസ്തലോ വേഗം പ്രദേശിക്കുന്ന നാമത്തിലെ സ്നേഹം നിർത്തി എല്ലാ ദൈവമൊക്കെ അറിയിക്കുന്നു. ഈ പ്രഭാസം ദൈവമക്കളുമായി ഷെയർ ചെയ്ത ദൈവന്റെ മനസ്സിലേക്ക് തന്ന വാക്യം മത്തായി 15:11. മനുഷ്യനെ അശുദ്ധം വരുത്തുന്നത് വായിക്കാതെ ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വാക്യ പ്രഭാതം ദൈവം നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്യാം. ഈ ഒരു വാക്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലേ? കാരണം കർത്താവ് വചനത്തിലൂടെ ഇടപെടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മാനുഷ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതിനെ പറ്റി അല്ലേ, ഇല്ലെങ്കിൽ നമ്മൾ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ശുദ്ധിയോടെ ചെയ്യാൻ നമ്മൾ പറയും അല്ലേ. എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ കണ്ടാൽ നമ്മൾ പലപ്പോഴും അത് ദേഷ്യപ്പെടുകയും മർദ്ദനിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാറുണ്ടല്ലേ. പക്ഷേ കർത്താവ് വചനത്തിലൂടെ ഇടപെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വായിൽ നിന്ന് അകത്തേക്ക് പോകുന്നതല്ല, നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് എന്തു വരുന്നോ അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് ദൈവം വ്യക്തമായിട്ട് നമ്മോട് ഇടപെടുക. കാരണം പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ശുദ്ധിയോടെ അല്ലെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിക്കാറുണ്ടല്ലേ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മളൊരു ഹോട്ടലിൽ പോയിരുന്നാൽ തന്നെ നമ്മൾ ആദ്യം ചെന്നിരുന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ചുറ്റുപാടും ഒന്ന് നോക്കും. ഓക്കെ ആണോ, അവിടുത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ, കൊണ്ടുവച്ചിരിക്കുന്ന പ്ലേറ്റും കാര്യങ്ങളും എല്ലാം ഓക്കെ ആണോ എന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലേ. പക്ഷേ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറവുകൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. പക്ഷേ ഈ ഒരു വചനത്തിലൂടെ കർത്താവ് വ്യക്തമായിട്ട് ഇടപെടുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ദിവസങ്ങളിൽ ഏറ്റവും വലിയ കുറവ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാവിൽ നിന്ന് വീഴുന്ന ചില വാക്കുകൾ, ചില വേർഡ്സുകൾ നമ്മൾ ഈ ദിവസം നമ്മളത് കൺട്രോൾ ചെയ്യണം. വചനത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ നാവിനെ കടിഞ്ഞാനിടാനുള്ള ഒരു കൃപ നമ്മൾ ദൈവത്തോട് ചോദിച്ച് മേടിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു പക്ഷേ ആ ഒരു ദേഷ്യം വരുമ്പം അല്ലെങ്കിൽ ആ ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ ഭയങ്കര എക്സ്ട്രീം ലെവൽക്ക് നമുക്ക് ആരുടെങ്കിലും പൊട്ടിത്തെറിക്കണമെന്ന രീതിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ആരെ കിട്ടുന്നോ അവിടെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഷൗട്ട് ചെയ്യാറുണ്ടല്ലേ. അവിടെ നമ്മൾ ഭയങ്കരമായിട്ട് അവർ സംസാരിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞ് അവരെ ഭാരപ്പെടുത്താറുണ്ട്. പക്ഷെ അത് മുഖേന അവരുടെ ജീവിതത്തിൽ വരുന്ന വേദന എന്താണെന്നും ഭാരം എന്താണെന്നും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. പക്ഷെ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആ കൂളായതിനു ശേഷം, നമ്മൾ ആ ടെൻഷനൊക്കെ വിട്ട് നോർമലായ ശേഷം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവ് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ആ വ്യക്തിയോട് പോയി നമ്മൾ സോറി ചോദിക്കാറുണ്ടല്ലേ. പക്ഷെ അതിൽ പ്രയോജനമില്ല. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി അവരുടെ ഹൃദയം നമ്മൾ ആ വാക്കുകൾ കൊണ്ട് കീറി മുറിക്കുന്ന ഒരു അനുഭവം നടന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ എത്ര പോയി സമാധാനിപ്പിച്ചാലും ആ ഒരു മുറിവ് ഉണങ്ങാൻ വളരെ പ്രയാസമല്ലേ. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ദൈവമക്കളായ നമ്മുടെ നാവിനെ നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നത് അനുഗ്രഹത്തിന്റെ വാക്കുകളായിരിക്കണം. ദേഷ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് കുറച്ചേരം സൈലന്റ് ആയിട്ടിരിക്കാം, അതിൽ പോലും ദൈവം തെറ്റ് പറയത്തില്ല. പക്ഷെ ഒരാളെ നമ്മുടെ നാവ് കൊണ്ട് വേദനിപ്പിക്കാനോ ദുഃഖിപ്പിക്കുവാനോ നമ്മൾ പോകരുത്. അതേപോലെ നമ്മുടെ നാവിൽ നിന്നിരുന്ന ഓരോ വാക്കുകളും വളരെ ബ്ലെസ്സിങ് ഉള്ളതും മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതും മറ്റുള്ളവർക്ക് സന്തോഷമുള്ള രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിക്കാനും വർത്തമാനം പറയാനും തക്കണം നമ്മളെ ദൈവം എടുത്ത് ഉപയോഗിക്കണേ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കാരണം നാവ് എന്നത് നമുക്കറിയാം ഒരു വാളല്ലേ, മൂർച്ചയേറിയൊരു വാളിന് തുല്യമാണ് നമ്മുടെ നാവ്. അത് പലരെ നമുക്ക് മുറിവേൽപ്പിക്കാനൊക്കെ സാധിക്കും. അതുകൊണ്ട് ദിവസങ്ങളിൽ നമ്മുടെ നാവിനെ നമ്മുടെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. എസ്പെഷ്യലി ദൈവമക്കളെ, നമ്മുടെ നാവ് എന്ന് പറഞ്ഞാൽ വളരെ പ്രഷ്യസ് ആയിട്ടൊരു അവയവമാണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മൾ ആ നാവ് ഉപയോഗിച്ച അല്ലെ കർത്താവിനെ പറ്റി സാക്ഷ്യം പറയുന്നതും മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നതും വചനങ്ങൾ പറയുന്നതും എല്ലാം. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നാവ് കൊണ്ട് തെറ്റുകൾ ചെയ്യാതിരിക്കാൻ, പാപം ചെയ്യാതിരിക്കാൻ, മറ്റുള്ളവരെ ഭാരപ്പെടുത്താതിരിക്കാൻ തക്കവണ്ണം നമ്മുടെ നാവിനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിനോട് പറഞ്ഞ, കർത്താവിന്റെ നാവിനെ കൺട്രോൾ ചെയ്യാനുള്ള കൃപ എൻ്റെ ജീവിതത്തിൽ തരണമേ എന്ന് പറഞ്ഞ് ഈ ദിവസങ്ങൾ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു മാനിക്കും. ഈ വചനത്താൽ എല്ലാ ദൈവമക്കളെ ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം എല്ലാവർക്കും നേർന്നുകൊണ്ട് എൻ്റെ വചനം ചുരുക്കുന്നു. ആമേൻ.